ഹലോ നമസ്കാരം. നമുക്കിന്ന് പനീർ ഉണ്ടാക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ അറിയാം എങ്ങനെയാണ് പനീർ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്നല്ലേ? ഇത് കുറേശ്ശെ ചീത്തയാവാൻ തുടങ്ങിയ പാലാണ്. ചെറിയ സ്വാദ് വ്യത്യാസമേ ഉള്ളൂ ട്ടോ. ചൂടാക്കുമ്പോഴേക്കും പിരിഞ്ഞു പോവുകയൊന്നുമില്ല ട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീറിന് വലിയ സ്വാദും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് തൈരും മോരും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പനീർ ആക്കിയേക്കാമെന്ന് വെച്ചു. ഞാൻ കൂടുതലായിട്ടും വിനീഗറാട്ടോ യൂസ് ചെയ്യുന്നത്. നാരങ്ങയൊക്കെ ആണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിച്ച് പിഴിഞ്ഞെടുത്ത് അത് വീണ്ടും അരിച്ച് അതൊക്കെ ആകെ പണിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. വിനീഗറാണെങ്കിൽ ചുമ്മാ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പാല് കുറേശ്ശെ അങ്ങ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും കുറേശ്ശെ കുറേശ്ശെ വിനീഗർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടും ഇരിക്കണം. നന്നായിട്ട് വിനീഗർ ആ പാലിലേക്ക് മിക്സ് ആവണം. അപ്പോൾ ഇതുപോലെ കട്ട കട്ടയൊക്കെ ആയിട്ട് വരും. ഇതുപോലെ കട്ട കട്ടയായിട്ട് വരുന്നില്ല എന്നാണെങ്കിൽ വിനീഗറിൻ്റെ അളവ് പോരാന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി വിനീഗർ ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ല കട്ട കട്ടയാക്കിയായിട്ട് എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ താനെ കട്ട കട്ടയായിട്ട് ഇങ്ങോട്ട് പോന്നോളും. വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം സിമ്മാക്കാനായിട്ട് മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടിയും തിളച്ച് പോവുള്ളൂ. അതിന് ശേഷം ഇതുപോലെ കട്ടകട്ടയൊക്കെ ആയതിന് ശേഷം ഞാൻ ഇതുപോലെ അത് ഊറാനായിട്ട് വച്ചേക്കുകയാണ്. അങ്ങനെ വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്കിന്നിന് ഈ ആവിയൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം മാത്രമാണ് ഞാനിതുപോലെ ഊറാനായിട്ട് വച്ചേക്കണേ. അപ്പോൾ ഇതുപോലെ ആ വെള്ളം നമുക്ക് ഊറ്റി കളയാനും എളുപ്പമുണ്ട്. അതല്ലെങ്കിൽ നേരെ നമുക്ക് നേരെ തന്നെ വെള്ള തുണിയിലേക്ക് എങ്ങാനും ഇട്ടിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പനീർ ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പനീർ ഇടാം. നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. ആ വിനീഗറിൻ്റെ സ്വാദും അതുപോലെ തന്നെ ആ പാലിൻ്റെ സ്വാദും എല്ലാം അതിൽ നിന്ന് മാറാനായിട്ടാണ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക. പനീർ ഞാൻ ഊറാൻ വച്ചിരുന്നത് കാരണം അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളത് ഊറാൻ വച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ് വാട്ടറോ ഐസ് ക്യൂബ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണ്ട, കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ എടുക്കണം. കാരണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അറ്റമൊന്നും ഇങ്ങനെ വിണ്ട് വിണ്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡ് ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് സൈഡെല്ലാം ഒന്ന് ഒരു ഷേപ്പിന് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ സർക്കിളോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചടിച്ച് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പനീറെല്ലാം ഇങ്ങനെ വറു വറു എന്നുള്ള രീതിയിലിരിക്കും. അങ്ങനെ ഷേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ട് ഞാൻ ഇവിടുത്തെ ചപ്പാത്തിക്കല്ലാണ് വെയിറ്റിന് വേണ്ടിയിട്ട് വച്ചേക്കുന്നത്. അതിൻ്റെ മീതെ ഒരു കലം വെള്ളം കൂടിയും വച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രം അതിലെ വെള്ളമെല്ലാം ഊറിപ്പോരുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് കാരണമാണ് ഒരു കലം വെള്ളം കൂടി വച്ചേക്കുന്നത്. ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതിനി ഇവിടുന്ന് മാറ്റുന്നുള്ളൂ. അപ്പോൾ ഈ വെള്ളം ഊറി വരുന്നത് വല്ലാണ്ട് അങ്ങോട്ട് സ്ലാബിലൊന്നും സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് ഒരു തുണി ഇതുപോലെ വട്ടം വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഊറി വരുന്ന അതിൽ നിന്ന് വെയിറ്റ് കാരണം ഒഴുകി വരുന്ന വെള്ളമെല്ലാം ആ തുണിയിലേക്ക് അങ്ങോട്ട് വലിച്ചെടുത്തോളും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂറോളം അത് വെയിറ്റ് താങ്ങി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം പനീർ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് പനീർ കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി അത് നമുക്ക് കുറേശ്ശെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിലിപ്പോൾ ഒരു സൈഡിൽ മാത്രം വിള്ളൽ വന്നിട്ടുണ്ട്. ബാക്കി 3 സൈഡിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സൈഡിലെ ഷേപ്പ് ചെയ്യൽ എൻ്റെ ശരിയായില്ല. അതാണ് കുറച്ച് വെള്ളത്തോടു കൂടി എടുക്കണം ലാസ്റ്റ് വെയിറ്റ് വെക്കണതിന് മുമ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് പോട്ടെ, സാരമില്ല. ഞാനെപ്പോഴും കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാറുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതേപടി തന്നെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുൾ ഒരു ഫ്രോസൺ സ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. അത് കാരണം കട്ട് ചെയ്തിട്ട് അങ്ങ് വയ്ക്കുവാണെങ്കിൽ പിന്നെ കറി ഉണ്ടാക്കാൻ നേരത്ത് നമുക്കത് നേരെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ മതി. ഇപ്പോൾ അത് 2 ലിറ്റർ പാലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അതിൽ നിന്ന് ഏകദേശം 200 ഗ്രാമോളം പനീർ കിട്ടിയിട്ടുണ്ട്. ഒരു 4 പേരുള്ള ഒരു കുടുംബത്തിലാണെന്നാണെങ്കിൽ ഇത് തന്നെ മതിയല്ലോ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ പാല് കേടാവണ നിൽക്കണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പനീർ ഉണ്ടാക്കാം. എന്തായാലും പനീർ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. താങ്ക് യു.